പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഒരാൾ എഴുതി അയച്ചാൽ അത് സ്വതക്കത്തും ജാരിയാണോ, ഖബറിലേക്ക് വരുമോ, അത് ശരിയാണോ? ഒരു സഹോദരൻ ചോദിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടത് ഈ താൻ എഴുതി കൊടുത്ത നാമങ്ങളൊക്കെ കൃത്യമായും അള്ളാഹുവിൻ്റെ നാമങ്ങളാണോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങളായി പരിചയപ്പെടുത്തപ്പെടാത്ത പല നാമങ്ങളും ഇന്ന് അസ്മാഉൽ ഹുസ്നയുടെ പേരിൽ വരുന്നുണ്ട്. റഷീദ് എന്നത് അള്ളാഹുവിൻ്റെ നാമമായി ഹദീസിൽ കണ്ടിട്ടില്ല. അതേപോലെ സബൂർ എന്നത് അള്ളാഹുവിൻ്റെ നാമമായി ഹദീസിൽ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ നാമമായി ഹദീസുകളിൽ അല്ലെങ്കിൽ ഖുർആനിൽ വരാത്തത് ആ നാമമായി നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. രണ്ടാമതായി ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെൻ അഹ്സാഹാ ദഖൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുടെ ആരാണോ അത് ഇഹ്സാ ചെയ്തത്, അഥവാ കൃത്യമായി അതിൻ്റെ അർത്ഥം എന്ത്, ആശയം എന്ത് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിയത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അത്തരത്തിലുള്ള ഒരാൾക്ക് ഇതേപോലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രതിഫലം ലഭിച്ചേക്കാം. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.